ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത വികാരങ്ങളിൽ ഒന്നാണ് ഭയം. എന്നാൽ ചില സമയത്ത് ഇതേ ഭയത്തെ തന്നെ നമ്മൾ ആസ്വദിക്കുകയും അതിലൊരു ത്രില്ല് കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹൊറർ മൂവികൾ കാണാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. കുഞ്ഞുങ്ങളും മുതിർന്നവരും പേടിയുണ്ടെങ്കിൽ പോലും ഇഷ്ടംപോലെ ഹൊറർ മൂവീസ് ഇരുന്ന് കാണുകയും കുറേ പേരെങ്കിലും അതിന് അഡിക്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഈ ഹൊറർ മൂവികളുടെ ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അവബോധമുള്ളവരാകുന്നതും നല്ലതാണ്. ഹൊറർ മൂവീസ് കണ്ട് അതിൽ നിന്നുണ്ടായ ഭയം കൊണ്ട് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകാൻ പറ്റാത്ത, ഒരു അരമണിക്കൂർ പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത മുതിർന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും. വലിയ ഭയത്തിന് അടിമയായ കുഞ്ഞുങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് വന്ന മാതാപിതാക്കളുണ്ട്. അതുപോലെ വിദ്യാലയങ്ങളിലൊക്കെ കൗൺസിലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഈ ഹൊറർ മൂവികൾ കണ്ട് വലിയ ഭയത്തിന് അടിമയായ അനേകം കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹൊറർ മൂവീസ് കാണുമ്പോൾ കുഞ്ഞുങ്ങളിൽ അതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയാം. നമ്മളിതിന് മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്, ഒരു കുഞ്ഞിൻ്റെ അനുഭവങ്ങളാണ് ചുറ്റുമുള്ള വ്യക്തികളെയും അവരുടെ ചുറ്റുപാടിനെയും ഒക്കെ വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിവ് നൽകുന്നത്. നല്ല അനുഭവങ്ങൾ അതാണ് അവർക്ക് സുരക്ഷിതത്വം നൽകുന്നത്. സുരക്ഷിതത്വ ബോധം അവരിൽ രൂപപ്പെടുന്നതും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ്. ഹൊറർ മൂവികളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, പല മൂവികളിലും ഈ പ്രേതം അല്ലെങ്കിൽ പിശാച് ഒക്കെ വരുന്നത് ചിലപ്പോൾ നല്ല രൂപഭാവങ്ങളുള്ള വ്യക്തികളുടെ രൂപത്തിലായിരിക്കും. സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ, സ്ത്രീകളുടെയൊക്കെ രൂപത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയൊക്കെ രൂപത്തിൽ, അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയൊക്കെ രൂപത്തിലാണ് പലപ്പോഴും പ്രേതമൊക്കെ വരുന്നത്. സോ ഒരു കുട്ടി കാണുമ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത റിലേറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് പ്രേതമായിട്ടല്ലെങ്കിൽ ഒരു ഭീകര രൂപിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവരുടെ ഇമാജിനേഷൻ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. അവർ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളും വായിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ അത് അൺറിയൽ എന്നതിനേക്കാൾ കൂടുതൽ റിയൽ ആണ് എന്ന് ഇമാജിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. സോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ട്രസ്റ്റ്, അവരുടെ ചുറ്റുപാടിനോടും ചുറ്റുമുള്ള വ്യക്തികളോടുമൊക്കെയുള്ള ട്രസ്റ്റിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും, എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇവരൊന്നും റിയൽ ആവണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഇവരൊക്കെ പ്രേതമായിട്ട് മാറാം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിൽ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. ഇത് അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ രൂപപ്പെടാം. അത് വലിയ ഭയത്തിലേക്ക്, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം പങ്കുവച്ചപ്പോൾ ഒരു മുതിർന്ന പെൺകുട്ടി, ഒരു യുവതി ഒരിക്കൽ പറഞ്ഞ അനുഭവം ഓർക്കുന്നു. ഇത്തരത്തിൽ ഹൊറർ മൂവികൾ അവൾ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ മാതാപിതാക്കളോടൊപ്പം നടന്നു പോകുമ്പോൾ അവൾക്ക് ഈ ഡൗട്ട് ഉണ്ടാകുമായിരുന്നു, കൂടെ നടക്കുന്നത് ശരിക്കും പേരൻസ് ആണോ അതോ പ്രേതമാണോ എന്ന്. അപ്പോൾ തമാശ രൂപത്തിലാണെങ്കിലും അവൾ പറഞ്ഞത്, അവൾ ഇടയ്ക്ക് അച്ഛനെ തോണ്ടി ചോദിക്കും, അച്ഛൻ ശരിക്കും റിയൽ ആണോ അതോ പ്രേതമാണോ എന്ന് ചോദിക്കുമായിരുന്നു എന്നവൾ പറഞ്ഞു. സോ ഇത് കുഞ്ഞുങ്ങളിൽ വളരെയധികം സ്വാധീനം ഇത് ചെലുത്തുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഹൊറർ മൂവീസ് കാണിക്കരുത് എന്ന് പറയുന്നതും ഹെൽത്തി അല്ല. ഇവിടെ വേണ്ടത് വിവേകപൂർണമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഒരു
കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ ഭീകരത നിറഞ്ഞ സിനിമകൾ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, കോണ്ടൻറ്റുകളിലേക്ക് എക്സ്പോഷർ കൊടുക്കാതിരിക്കുക. എന്നാൽ അവരുടെ മച്യൂരിറ്റി അനുസരിച്ച് മൈൽഡായിട്ടുള്ള ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളിലേക്ക് എക്സ്പോഷർ കൊടുക്കുന്നതിലും തെറ്റില്ല. എങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകളും മൂവികളും ഒക്കെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് അവരും കൂടെ കാണുക. ഇത്തരത്തിലുള്ള മൂവികളും വീഡിയോകളൊക്കെ കാണുക. അതിൻ്റെ ആ ഒരു കോണ്ടൻറ്റിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട്, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും വിലയിരുത്താനായിട്ട് അവരെ പഠിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷം പേരൻസിന് കുഞ്ഞുങ്ങളോട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അവർക്ക് ഏർപ്പെടാം. ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള സീനുകളുടെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സീൻ അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു ഹൊറർ ഇഫക്റ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് അവർ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതും, അതുപോലെ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇത് എത്രത്തോളം റിയലാണ്, അൺറിയലാണ്, അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്, ഇതൊക്കെ കുഞ്ഞുങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അവരെ അത് വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണാനായിട്ടും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറയ്ക്കാനായിട്ടും കുഞ്ഞുങ്ങളെ സഹായിക്കും. ഇത് ഭീകര സിനിമകളുടെ മാത്രമല്ല, ഏത് മീഡിയ കോണ്ടൻറ്റ് കാണുമ്പോഴും ഈ ഒരു രീതി അവലംബിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താനായിട്ട് അവരുടെ മൈൻഡിനെ പരിശീലിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഹൊറർ മൂവികളുടെ കാര്യത്തിൽ. ഇത്തരത്തിലുള്ള രീതികളൊന്നും ഫലപ്രദമാവുന്നില്ല എങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഇൻറ്റൻസ് കോണ്ടൻറ്റിലേക്ക് എക്സ്പോഷർ ആവുകയും അതിൻ്റെ ഫലമായിട്ട് അമിതമായിട്ടുള്ള ഭയത്തിലേക്ക് അവർ വീണു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനത്തിന് വിധേയരാക്കുന്നത് നല്ലതാണ്. അവരെ സഹായിക്കണം ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്.